വൺ പീസ് ആനിമയിലെ അലബാസ്റ്റ സാഗയിലുള്ള 4ാമത്തെ ആർക്ക് ഡ്രം ഐലൻഡിന്റെ 5ാം ഭാഗത്തിലേക്ക് സ്വാഗതം. വാപ്പോള് മല കയറി മുകളിൽ വന്നു. ചോപ്പർ ഓടിച്ചെന്ന് അയാൾ തിരികെ വന്നിട്ടുണ്ടെന്ന് കുരേഹയോട് പറഞ്ഞു. ലൂഫിയാണെങ്കിൽ കലിപ്പ്. വാപ്പോൾ ഉറക്കെ അട്ടഹസിച്ചു. നോക്ക്, എല്ലാം പഴയപടി പോലെ തന്നെയുണ്ട്. ഇതാണെൻ്റെ കൊട്ടാരം. ഞാൻ ഡ്രം കിങ്ഡം പുനഃസ്ഥാപിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് ചെസ്സ് പറഞ്ഞു. ഒരു നിമിഷം തിരുമനസേ, അത് കണ്ടോ? കൊട്ടാരത്തിൻ്റെ മുകളിൽ ഹിർലുക്കിൻ്റെ കൊടി പാറി പറക്കുന്നുണ്ടായിരുന്നു. അതേതാ ആ കൊടി? ഡ്രം മഹാരാജ്യത്തിൻ്റെ കൊടിക്കെന്തു പറ്റി? ഞാനത് കത്തിച്ചു കളഞ്ഞു. അവിടേക്ക് വന്ന കുരേഹ പറഞ്ഞു. നീ വന്നുവല്ലേ ഡോക്ടർ കുരേഹ? ഈ കൊട്ടാരം നിന്റേതല്ല. ഇത് നിന്നെപ്പോലെ പുഴുത്തുനാറിയന്മാർക്കുള്ള സ്ഥലവുമല്ല. ഈ രാജ്യം വിട്ടു പോ. ഡ്രം കിങ്ഡം പണ്ടേ മരിച്ചു. എന്താ നീ പറഞ്ഞത്? പെട്ടെന്ന് നിക്കടാ അവിടെ എന്ന് അലറിക്കൊണ്ട് ലൂഫി അവിടേക്ക് ഓടി വന്നു. നിന്നെ ഞാൻ ഇടിച്ച് ശരിയാക്കുമടാ. എന്നിട്ട് ഓടിച്ചെന്ന് വാപ്പോളിന്റെ മോന്തയ്ക്കിട്ട് ഒരൊറ്റ ഇടി കൊടുത്തു. അവൻ പറന്നുപോയി. പക്ഷേ ജസ്റ്റിന് മലമുകളിൽ നിന്നും താഴെ പോകാതെ ചെസ്സും കുറോമാരിമോയും അവനെ കാലിൽ പിടിച്ച് രക്ഷിച്ചു. നിനക്കെന്ത് ധൈര്യം വന്നടാ തെണ്ടി? എത്ര തവണയാണ് നീ ഞങ്ങളുടെ വഴിമുടക്കി വരുന്നത്? ലൂഫി കാലിപ്പ്. സാഞ്ചിയും അവിടേക്ക് വന്നു. എൻ്റെ കൂടെ വയ്യാത്ത ഒരാൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഓടിയത്. പക്ഷെ ഇത്തവണ എനിക്കൊന്നും നോക്കണ്ട. ഹി ഹി ഹി. എടാ തെണ്ടി, തിരുമനസിനോട് ഇങ്ങനെ ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി? അതെ, ഈ രാജ്യം കണ്ട ഏറ്റവും നല്ല രാജാവാണ് അദ്ദേഹം എന്ന് ചെസ്സും. അതൊക്കെ ആര് നോക്കാനാ? നിന്നെയൊക്കെ കണ്ടിട്ട് എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. എടാ ചക്ക, നിനക്കിവരെ അറിയുമോ എന്ന് കുരേഹ ചോദിച്ചു. ആ അറിയാം, അവനാ വിടുവായൻ പൈരറ്റാണ്. ഇവൻ ഒത്തിരി തവണ അലമുണ്ടാക്കി വന്നേ. പിന്നെ എൻ്റെ ഷിപ്പ് ഇവൻ കഴിച്ചു. എൻ്റെ കൂട്ടുകാരെ ആക്രമിച്ചു. ഇനി ഇവനെ ഞാൻ വെറുതെ വിടില്ല. അതിനൊക്കെ മുന്നേ നിനക്ക് ഈ ഗെറ്റപ്പിൽ തണുക്കുന്നില്ല ലൂഫി എന്ന് സാഞ്ചി. നോക്ക്, അവൻ രാജാവാണെന്നല്ലേ അവന്മാര് പറഞ്ഞത്? പൈരറ്റ് അല്ലേ അപ്പോ? അതാണോ നിനക്ക് കത്തിയത്? എന്തു മണ്ടന. അവൻ്റെ ധിക്കാരം ഇപ്പോഴാ മനസ്സിലായതെന്ന് തോന്നുന്നു. ഡ്രം മഹാരാജ്യത്തിന്റെ സർവാധിപതിയാണ് വാപ്പോൾ തിരുമനസ്. നിന്നെ നേരത്തെ കണ്ടപ്പോൾ അദ്ദേഹം ചില കാരണങ്ങൾ കൊണ്ട് കുറച്ചു നാളത്തേക്ക് മാത്രം പൈരറ്റ് ആയിരുന്നതാണെന്ന് കുറോമാരിമ പറഞ്ഞു. അദ്ദേഹം പൈരറ്റായി ജീവിച്ച് മടുത്തു. ഇനി ഈ മഹാരാജ്യത്തിന്റെ രാജാവാകാൻ പോവുകയാണെന്ന് ചെസ്സും. ഇവിടെ തണുക്കുന്നു. അതല്ല ഞാൻ നിന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. -50 ഡിഗ്രിയാണെന്ന് ചോപ്പറും. അവന്മാര് മൈൻഡ് ചെയ്യാത്തത് കണ്ട് ചെസ്സിന് വരിശം വന്നു. അവന്മാരെ നമ്മളെ കൊച്ചാക്കുക. പെട്ടെന്ന് വാപ്പോൾ ചാടി എണീറ്റു. എനിക്ക് നല്ല കോപം വരുന്നു സ്ട്രോഹാറ്റ്. നിന്നെ ഞാൻ തിന്നുകളയും. ഒരു മിനിറ്റ്, ലൂഫി ഡ്രസ്സ് എടുക്കാൻ പോയേക്കുവാണെന്ന് സാഞ്ചി പറഞ്ഞു. അവൻ പോയോ? അപ്പോൾ ചോപ്പർ സാഞ്ചിയോട് പറഞ്ഞു. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? മുമ്പേ അവന്റെ കൈ നീണ്ടില്ലേ? ആ നീണ്ടു. കാരണം അവനൊരു റബ്ബർ മനുഷ്യനായതുകൊണ്ടാണ്. അതെന്താ? കാരണം അവനൊരു ഭീകരജീവിയാ. ചുരുക്കി പറഞ്ഞാല് ഈ പന്നക്കിളവിയും കുറച്ച് സ്ട്രോഹാറ്റുകളും എന്റെ കൊട്ടാരം കൈക്കലാക്കി വെച്ചിരിക്കുകയാണ്. ഇവരെ അങ്ങ് കൊന്നുകളഞ്ഞാൽ പിന്നെ എന്നെ എതിർത്ത് നിൽക്കാൻ വേറെ ആരും ഉണ്ടാവില്ല. ആദ്യം നിന്നെ തീർത്ത് തന്നെ അങ്ങ് തുടങ്ങിയേക്കാൻ ഡോക്ടർ കുരേഹ. ഞങ്ങളില്ലാത്ത സമയത്ത് കൊട്ടാരത്തിൽ കയറി താമസിക്കാൻ നിനക്ക് എന്ത് ധൈര്യം വന്നു? അതിലുമുപരി കണ്ട പന്ന കൊടിയും വെച്ചേക്കുന്നു. ഞാൻ ഈ കൊട്ടാരം ഡോക്ടർ ഹിരുലുക്കിന്റെ കുഴിമാടമായാണ് കാണുന്നത്. ഈ തല്ലിപ്പൊളി കൊട്ടാരത്തിനോട് എനിക്കൊരു താല്പര്യവുമില്ലായിരുന്നു. പക്ഷേ ഈ റെയിൻഡിയറാണ് ഹിരുലുക്കിന്റെ കൊടി അവിടെ പാറിക്കണമെന്നതിൽ ഉറച്ചു നിന്നത്. ഇവിടെ വെച്ചാണ് ഡോക്ടർ മരണപ്പെട്ടത്. ഈ രാജ്യത്തെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് അദ്ദേഹം മരിച്ചത്. അതുകൊണ്ട് ഇവിടമാണ് അദ്ദേഹത്തിന്റെ കുഴിമാടം. കുഴിമാടമോ? ആ പൊട്ടന്റെയോ? വാപ്പോൾ അട്ടഹസിച്ചു. ആ തെണ്ടിയുടെ കൊടി കൊണ്ട് എന്റെ വിശുദ്ധമായ കൊട്ടാരത്തിന് ഭംഗം വരുത്തിക്കാൻ നിനക്ക് എന്ത് ധൈര്യം വന്നു? ആ കൊടി കത്തിച്ചു കളാം. ഈ കൊട്ടാരത്തിൽ കാലുകുത്തില്ല ഒരിക്കലും. ചോപ്പർ വലുത്. തിരുമനസേ ഇവൻ. അതേ തിരുമനസേ, ആ ഡോക്ടറിന്റെ പിറകെ വന്ന ആ ഭീകരജീവി. ആ കൊടി ഡോക്ടറിന്റെ വിശ്വാസമാണ്. അതിൽ തൊടാൻ ആരെയും ഞാൻ അനുവദിക്കില്ല. ചെസ്സ്, കുറോമാരിമോ, ഒരു കരുണയും കാണിക്കരുത്. നമ്മൾ കൊട്ടാരത്തിലേക്ക് തന്നെ പോകും. എല്ലാത്തിനെയും കൊന്നുകളാം. അവർ ആക്രമിക്കാൻ തയ്യാറായി. കിളവി, നിങ്ങളും ഫൈറ്റ് ചെയ്യാൻ പോവുകയാണോ എന്ന് സാഞ്ചി ചോദിച്ചു. കിളവിന്നു ഒരൊറ്റ ഇടി കൊടുത്തു. നിന്നെ കൊണ്ടൊന്ന് താങ്ങാൻ പറ്റിയില്ലേല് ഞാൻ സഹായിക്കാം. തിരുമനസേ, ഇവരെ ഞങ്ങൾ നോക്കിക്കോളാം. കുറോമാരിമോ ഉടനെ എന്തോ കുറേഹയ്ക്ക് നേരെ എറിഞ്ഞു. പക്ഷേ സാഞ്ചി കാലുകൊണ്ടത് ബ്ലോക്ക് ചെയ്തു. ഹേ 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 ആഫ്രമാൻ, എന്തു പുരുഷനാ നീ? ഒരു ലേഡിക്ക് നേരെ ആഫ്രോ എറിയുന്നു. കൊള്ളാം, നിനക്ക് മനസ്സിലായി വരുന്നുണ്ടെന്ന് കുറേഹ. കുറോമാരിമോ ചിരിച്ചു. നീ വീണു. സാഞ്ചി ആ ആഫ്രോ കുടഞ്ഞു കളയാൻ നോക്കി. പക്ഷെ പറ്റുന്നില്ല. കുന്തം പോകുന്നില്ലല്ലോ. ഇതെന്തു മുടിയാ? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയോ? അതെ,
സാഞ്ചി എന്ത് ചെയ്തിട്ടും അത് പോകുന്നില്ല. തണുക്കുന്നു തണുക്കുന്നു തണുക്കുന്നു. തുണി 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 തുണിയൊക്കെ എവിടാ എന്ന് ചോദിച്ച് ലൂഫി നാമിയുടെ മുറിയിലേക്ക് കയറി ചെന്നു. പുറത്തെന്താ നടക്കുന്നത്? ഒരു ബഹളമൊക്കെ കേൾക്കുന്നു. നാമി ചോദിച്ചു. വെളിയിൽ ഭയങ്കര തണുപ്പാ, എന്റെ തുണിയൊക്കെ എവിടാ എന്ന് ലൂഫി. എടാ ഞാൻ അതല്ല ചോദിച്ചത്, പുറത്ത് എന്നെ നടക്കുന്നതെന്നാ. അടി നടക്കുക. ഓ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, നീ കിടന്നു. നിനക്ക് വേണേലും എന്റെ തുണി എടുത്തു. നിന്റെ തുണിയെല്ലാം പന്നല, നിന്റേതിലും അടിപൊളിയാണെന്ന് നാമി. ശരിക്കും? തണുക്കത്തില്ലേ, ഇട്ടോളാം. അവൻ നാമിയുടെ ജാക്കറ്റ് ഇട്ടുകൊണ്ട് ഓടി. സാഞ്ചി ആ ആഫ്രോ കുലുക്കിക്കളയാൻ നോക്കുകയായിരുന്നു. പക്ഷേ നോ കാര്യം. കുറോമാരുമോ കുറച്ച് ആഫ്രോ കൂടി എടുത്ത് സാഞ്ചിക്ക് നേരെ എറിഞ്ഞു. അതല്ല അവന്റെ ദേഹത്ത് പറ്റിപ്പിടിച്ചിരുന്നു. ഇതെന്ത് കുന്തമാ, വൃത്തികേട്. എടാ റെയിൻഡിയറെ, ചുമ്മാ നോക്കി നിൽക്കാതെ സഹായിക്കടേ. ചോപ്പർ ചെന്നു. ഇതെന്റെ ദേഹത്തും പറ്റി പിടിച്ചു, നീ തന്നെ വെച്ചോ ഒന്ന്. ചോപ്പർ തിരിച്ചു തരലടാ, വരണമെങ്കിലും പിടിക്ക്. ഇവന്മാരിതെന്തായി കാണിക്കുന്നേ? ടീം വർക്ക് എന്താണെന്ന് അറിയാത്തവന്മാര്. ഞാനൊരു കാര്യം പറയാം, ചെസ് പറഞ്ഞു. കണ്ടാൽ അങ്ങനെ ഇരിക്കുമെങ്കിലും ആ മുടി അടിപൊളിയായി കത്തും. ചെസ്സിന്റെ അമ്പിൽ തീ പിടിച്ചു. സാഞ്ചി അത് കണ്ടു. നാശം, അവനീ ആഫ്രോ കത്തിക്കാൻ പോവാ. അപ്പോ ചോപ്പറിന്റെ ദേഹത്തുള്ള ആഫ്രോ സാഞ്ചിയുടെ ദേഹത്ത് വെച്ചിട്ട് ചോപ്പർ ഓടി. നീ എവിടെ പോവാ? ഡീകോയ് പ്ലാൻ. ഡീകോയ് പ്ലാനോ? ഞാനാണോ തണ്ടി ഡീകോയ്? ചെസ് അമ്പ ചെയ്തു. ആഫ്രോയ്ക്ക് തീ പിടിച്ചു. സാഞ്ചി മഞ്ഞു വാരിയിട്ട് കെടുത്താൻ നോക്കി. ഉടനെ തന്നെ ചോപ്പർ ഓടിച്ചെന്ന് ചെസ്സിനെ ആക്രമിച്ചു. പക്ഷെ ചെസ് അവോയ്ഡ് ചെയ്തു. എന്നാൽ വാപ്പോള് ഇടയ്ക്ക് കയറി കടിച്ച് ചോപ്പറിനെ വായിലാക്കി തിന്നാൻ നോക്കി. അപ്പോഴാണ് ലൂഫി തിരിച്ചോടി വരുന്നത്. അത് കണ്ട് സാഞ്ചി വിളിച്ചു പറഞ്ഞു, ലൂഫി അവിടെ നിന്നെന്റെ കാലിൽ പിടിക്ക്. കാലോ? പിന്നെന്നാ? ലൂഫി കൈ നീട്ടി കാലിൽ പിടിച്ചു. ഓക്കെ, കൈ വിടരുത്. സാഞ്ചി അതിന്റെ ആയത്തില് ശക്തിയായി ലൂഫിയെ വാപ്പോളിന് നേരെ എറിഞ്ഞു. ലൂഫി സ്പീഡിൽ ചെന്ന് വാപ്പോളിനെ ഇടിച്ച് തേർപ്പിച്ചു. ചോപ്പർ തെറിച്ചു വീണു. പറന്നുപോയ വാപ്പോള് റോബ്സനെ ഇടിച്ചു വീണു. പക്ഷേ റോബ്സൺ പറന്നുപോയി. താങ്ക് യു, നിങ്ങള് കൊള്ളാവല്ലോ. ഓയ് ലൂഫി, ഇത് നാമിസാന്റെ ജാക്കറ്റ് അല്ലേ? യാ, നോക്ക്, അതിന് ജീവനുണ്ട്. പക്ഷെ ഹിപ്പോ പറന്നുപോയി. ഊരടാ ജാക്കറ്റ്. തിരുമനസേ, എന്തെങ്കിലും പറ്റിയോ? നമ്മൾ വിചാരിച്ചതിലും ശക്തരാണവർ. ഇവന്മാരെ ഇനി ജീവനോടെ വിടരുത്. എന്റെ മഞ്ച് മഞ്ച് ഫ്രൂട്ടിന്റെ യഥാർത്ഥ ശക്തി ഞാൻ കാണിച്ചു കൊടുക്കാം. മഞ്ച് മഞ്ച് ഫാക്ടറി. അവൻ എണീറ്റ് നിന്നല്ലോ എന്ന് ലൂഫി. ആ അറ്റാക്ക് കിട്ടിയിട്ട് സാധാരണക്കാരൻ ഒരുത്തന്നെ ഇങ്ങനെ ഇരിക്കാൻ കഴിയുമോ എന്ന് സാഞ്ചി. നല്ല ടഫ് ബോഡി ആയിരിക്കും. ചെസ്, ഞാനിന്ന് കഴിച്ചതിന്റെ മുഴുവൻ ലിസ്റ്റ് പറ. യെസ് സാർ. ഒരു ബട്ടറിൽ മുക്കിയ പീരങ്കി, കടലിൽ വെച്ച ഒരു വെറും പീരങ്കി, പിന്നെ പീരങ്കി ഉണ്ടയും വെടിമരുന്നും, അതുപോലെ ഗ്രാമത്തിൽ നിന്നൊരു ടോസ്റ്റ് ചെയ്ത വീടും. ഇയാളിതെന്ത് കുന്തമൊക്കെയാ കഴിക്കുന്നേ? കാത്തിരുന്ന് കണ്ടോ, ആഹാരം എന്റെ രക്തവും മാംസവുമാകും. പെട്ടെന്ന് വാപ്പോളിന്റെ തലയിൽ നിന്നും എന്തോ പുറത്തു വന്നു. അതെന്തുവാ? വാപ്പോള് രൂപം മാറാൻ തുടങ്ങി. വാപ്പോൾ ഹൗസ്. വീടോ? കിടൂ. അതിശയിക്കാൻ വരട്ടെ, ഇനിയാണ് രാജതന്ത്രം. പെട്ടെന്ന് അയാൾ ചെസ്സിനെയും കുറോമാരിമോയും വായിലാക്കി. എന്നിട്ട് തിന്നാൻ തുടങ്ങി. അവന്റെ തന്നെ ആൾക്കാരെ തിന്നുന്നു. അവർക്ക് അത്ഭുതം. അയാൾ അവരെ വിഴുങ്ങി. പുകയൊക്കെ പുറത്തു വന്നു. എന്നിട്ട് തലങ്ങും വിലങ്ങും ഒന്ന് ചാടി. പുറത്തു വരുന്ന ഈ മിറാക്കുലസ് യൂണിയനെ കൺകുളിർക്കെ കണ്ടു. അപ്പോൾ അയാളുടെ വയറ്റിലെ വാതിൽ തുറന്നു. അതിൽ നിന്നും ഒരു രൂപം പുറത്തു വന്നു. ഡ്രം മഹാരാജ്യത്തിലെ ശക്തനായ പോരാളി ഞാനാണ്. ചെസ്സും കുറോമാരിമോയും ഒരുമിച്ച് കൂടിച്ചേർന്നിരുന്നു. ചെസ് മാരിമോ? ഒരുത്തന്റെ പുറത്ത് മറ്റവൻ കയറിയിരിക്കുന്നതല്ലേ എന്ന് സാഞ്ചി. കിടു 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 കിടു. ഇതിലെന്തുവാടാ കിടു? പെട്ടെന്ന് കുറേഹ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധ കുറയ്ക്കരുത്. അവർക്ക് ശക്തിയില്ലായിരുന്നുവെങ്കിൽ ഡോക്ടർമാരെ നാട് കടത്തുന്ന പോലത്തെ മണ്ടത്തരമൊക്കെ ജനങ്ങൾ തന്നെ തടഞ്ഞേനെ. ഡ്രം കിങ്ഡം കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 1. രാജാവിന്റെ ഇച്ഛ പോലെ പ്രവർത്തിക്കാത്തവർക്ക് മരണം. അതാണ് ഈ രാജ്യം. ഈ രാജ്യം എന്റേതാണ്. ഈ കൊട്ടാരം എന്റെ കൊട്ടാരം. വേറെ ഏത് കൊടിയാണെങ്കിലും പോട്ടെ, പക്ഷെ ആ മണ്ടന്റെ കൊടി ഇവിടെ പറത്തരുത്. അതെന്റെ കൊട്ടാരത്തിന് അപമാനമാണെന്ന് പറഞ്ഞ് വാപ്പോൾ പീരങ്കി ചൂണ്ടി പതാകയ്ക്ക് നേരെ വെടിയുതിർത്തു. അത് പൊട്ടിത്തെറിച്ചു. പതാക തകർന്നു. പൈലറ്റ് ഫ്ലാഗോ? എടാ റെയിൻഡിയറെ, ആ കൊടി. ചോപ്പർ ഹിരിലുക്ക് പറഞ്ഞു തോർത്തു. തലയോട്ടി ചിഹ്നമുള്ള കൊടി ഉയർത്തിയ ഒരാൾക്ക് ഒന്നും അസാധ്യമല്ല. അതല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത് ചോപ്പർ. ഉടനെ ചോപ്പർ വാപ്പോളിന് നേരെ കുതിച്ചു. അവനെതിരെ നിന്ന ചെസ്സുമാരിമയുടെ കാലിന്റെ അടിയിൽ കൂടി ഓടി. എന്നിട്ട് വലുതായി ട്രാൻസ്ഫോം ചെയ്തിട്ട് വാപ്പോളിനെ പിടുത്തമിട്ടു. ഡോക്ടർ നിന്നെ പോലും രക്ഷിക്കാൻ നോക്കി. ചോപ്പർ വാപ്പോളിനെ ഇടിക്കാൻ തുനിഞ്ഞു. എന്നാൽ മനുഷ്യരെ വെറുക്കരുതെന്ന് ഹിരുക്ക് പറഞ്ഞത് അവൻ ഓർത്തു. ഈ രാജ്യത്തിന് അസുഖമാണ് ചോപ്പർ. രാജാവും ഹൃദയത്തിന് ബാധിച്ച അസുഖത്താൽ വലയുകയാണ്. എന്തിന് ഡോക്ടർ? ഇതുപോലൊരു മനുഷ്യനെ രക്ഷിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ചോപ്പർ അയാളെ ഇടിച്ചില്ല.
ഞാൻ നിന്നെ ഇടിക്കില്ല, അതുകൊണ്ട് ഈ രാജ്യം വിട്ടു പോ. നീ എന്താ ഈ പറയുന്നത് ചോപ്പർ? നീ പറയുന്നത് അവൻ കേൾക്കുമെന്ന് തോന്നുന്നുണ്ടോ? പക്ഷേ എന്നാൽ ഉടനെ തന്നെ വാപ്പോൾ പീരങ്കി കൊണ്ട് ചോപ്പറിനെ വെടിവെച്ചു. ചോപ്പർ വീണു. എടാ വിടുവായാ! ശബ്ദം കേട്ട് വാപ്പോൾ നോക്കി. അപ്പോൾ ലൂഫി കൊട്ടാരത്തിന് മുകളിൽ നിൽക്കുകയായിരുന്നു. അവൻ നാമിയുടെ ജാക്കറ്റിന്റെ കൈകൊണ്ട് കൊടി കെട്ടി താഴെ വീഴാതെ നിർത്തി. നീ ഒരു ഉഡായിപ്പ് പൈരറ്റ് അല്ലായിരുന്നു. ഈ കൊടിയുടെ അർത്ഥം നിനക്ക് മനസ്സിലാവില്ല. കാരണം സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്താത്ത ഒരു ഉഡായിപ്പ് പൈരറ്റ് ആയിരുന്നു നീ. കൊടിയുടെ അർത്ഥമോ? അതിനൊന്നും ഒരു അർത്ഥവുമില്ല. അതാണ് നിനക്കൊരു ഗുണവുമില്ലാത്തത്. എന്താ നീ പറഞ്ഞത്? ഒരു കളിതമാശയായി കണ്ടുയർത്തുന്നതല്ല പൈരറ്റ് ഫ്ലാഗ്. എന്ത് മണ്ടനാടാ! തമാശക്കല്ലായിരുന്നെങ്കിൽ ഞാൻ, ഒരു രാജാവ്, അങ്ങനെ ചെയ്യില്ലായിരുന്നു. ആ നശിച്ച കൊടി തിരികെ വെക്കരുത്. ഉടനെ വാപ്പോൾ പീരങ്കി ചൂണ്ടി ലൂഫിക്ക് നേരെ വെടിയുതിർത്തു. നിനക്ക് ഈ കൊടി നശിപ്പിക്കാനാവില്ല. വെടിയുണ്ട ലൂഫിയുടെ ദേഹത്ത് പൊട്ടിത്തെറിച്ചു. ചോപ്പറും കുറേഹയും സാഞ്ചിയും പരിഭ്രമിച്ചു. അവൻ ചത്തുപോയി കാണും, എന്തു മണ്ടനാ! വാപ്പോൾ അട്ടഹസിച്ചു. എന്നാൽ പുകപടലങ്ങൾക്കിടയിൽ നിന്നും കൊടി പിടിച്ച് ലൂഫി പുറത്തു വന്നു. കണ്ടോ, നശിച്ചില്ല. അവന്മാര് ഞെട്ടിപ്പോയി. ഈ പൈരറ്റ് ഫ്ലാഗ് ആരുടെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ കൊടി ഒരാളുടെ ജീവൻ വരെ ത്യജിക്കാനുള്ള പ്രതിജ്ഞയായതുകൊണ്ട് ഇത് തമാശക്കല്ല ഉയർത്തിയിരിക്കുന്നത്. മണ്ടനെ പോലെ ചിരിച്ചുകൊണ്ട് തകർക്കേണ്ട കൊടിയല്ലിത്. ലൂഫിയുടെ ശബ്ദം ഇടിമുഴക്കം പോലെയാണ് ചെന്ന് വീണത്. ചോപ്പറിന് വിശ്വസിക്കാനായില്ല. അതിശയം തന്നെ. അപ്പോൾ ഇതാണ് പൈരറ്റ്. ഇതൊരിക്കലും തകരില്ല. ഈ തലയോട്ടി വിശ്വാസത്തിന്റെ ചിഹ്നമാണ്. ചോപ്പറിന് ഹിരിലുക്കിനോട് പൈരറ്റുകളെ കുറിച്ച് ചോദിച്ചത് ഓർമ്മ വന്നു. പൈരറ്റുകൾ കടലിലുള്ള അവിശ്വസനീയമായ ആളുകളാണ്. അവർക്ക് വലിയ കരുത്തുറ്റ ശരീരവും പരുന്നിന്റെ കണ്ണുകളുമാണുള്ളത്. ആകാശം പിളർക്കുന്ന ഇടിമിന്നൽ പോലെയാണ് അവരുടെ ശബ്ദം. ചോപ്പർ, ഒരു ദിവസം നീയും കടലിലേക്ക് തിരിക്കണം. എടാ റെയിൻഡിയറെ, ഞാനിപ്പോ ഇവന്മാരെ ഇടിച്ച് ശരിയാക്കാൻ പോവാ. നിനക്കെന്നാ ചെയ്യണ്ടേ? നീ എന്തായി പറയുന്നത് മരമണ്ട? നിനക്ക് ആ കൊടി സംരക്ഷിക്കണമെങ്കിൽ അവിടെ തന്നെ ഇരുന്നു. വാപ്പോൾ പിന്നെയും പീരങ്കി ചൂണ്ടി. ഉടനെ തന്നെ വാപ്പോളിനെ ആക്രമിക്കാനായി സാഞ്ചി കുതിച്ചു. പക്ഷേ നടുവിൽ നിന്നൊരു ശബ്ദം കേട്ടു. നിന്റെ നട്ടലിന്റെ പണി തീർന്നെന്നാ തോന്നുന്നത്. സ്വാഭാവികം, നീ ചുമ്മാ കുന്തളിച്ച് നടപ്പല്ലായിരുന്നു. സാഞ്ചിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ തന്നെ കുറേഹ അനങ്ങരുത്, ഡോക്ടറിന്റെ ഓർഡർ ആണെന്ന് പറഞ്ഞ് സാഞ്ചിയെ ചവിട്ടി നിലത്തിട്ടു. വാപ്പോൾ അട്ടഹസിച്ചു. ഈ മണ്ടന്മാർ ഇതെന്തായി ചെയ്യുന്നേ? അവിടെ തന്നെ ഇരുന്ന് കണ്ടു. ഞാൻ അവനെ ആ പന്ന കൊടിയുടെ കൂടെ തന്നെ ചിതറിച്ചു കളയും. ചിതറിക്കാൻ സമയമായി. ഉടനെ തന്നെ ചോപ്പർ വാപ്പോളിനെ അറ്റാക്ക് ചെയ്യാൻ കുതിച്ചു. ഈ സമയം ലൂഫി കമ്പി അവിടെ കുത്തിവെച്ചു. വാപ്പോളിനെ ആക്രമിക്കാൻ കുതിച്ച ചോപ്പറിന്റെ പഞ്ച് ചെസ്മാരിമോ തടഞ്ഞു. വാപ്പോൾ തിരുമനസിനെ ഒന്ന് തൊടാൻ പോലും ഞങ്ങൾ അനുവദിക്കില്ല. അപ്പോൾ ചോപ്പർ പഴയപടി രൂപം മാറി. ഈ ലോകത്തിൽ പലതരത്തിലുമുള്ള വിചിത്ര ജീവികളും ഉണ്ടല്ലോ. ഒരിക്കൽ ആൾക്കാർ കണ്ടു പേടിച്ച യത്തി നീയാണെന്ന് തോന്നുന്നു. നിന്റെ ജീവിതം മുഴുവൻ എല്ലാവരാലും വെറുക്കപ്പെട്ടല്ലേ നീ ജീവിച്ചത്? പാവം ഭീകരജീവി, നിന്നെ പോലൊരു ഏകാഗി എന്തിനീ രാജ്യത്തിനെ രക്ഷിക്കാൻ നോക്കുന്നു? മിണ്ടിപ്പോവരുത്. എനിക്ക് കൂട്ടുകാരില്ലെങ്കിലും ഡോക്ടറിന്റെ കൊടി നിലനിൽക്കുന്നിടത്തോളം കാലം ഞാൻ പൊരുതും. പെട്ടെന്ന് ലൂഫി ഉറക്കെ വിളിച്ചു പറഞ്ഞു. നിനക്ക് കൂട്ടുകാരുണ്ട്? ചോപ്പർ തിരിഞ്ഞു നോക്കിയപ്പോൾ കൊടിമരത്തിൽ പിടിച്ച് പിറകിലേക്ക് വലിഞ്ഞു നിണ്ട ലൂഫിയാണ് കണ്ടത്. ഞാൻ നിന്റെ കൂട്ടുകാരനാ എന്ന് പറഞ്ഞ് ലൂഫി വാപ്പോളിന് നേരെ കുതിച്ചു. അവൻ ചെന്നിടിച്ചത് വാപ്പോളിന്റെയും ചെസ്സുമാരിമയുടെ മുന്നിലായിരുന്നു. അവരിരുവരും തെറിച്ചു വീണു. ഓയ്, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? ചോപ്പർ ചോദിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം ഞാനൊരു റബ്ബർ മനുഷ്യനാണല്ലോ. എടാ റെയിൻഡിയറെ, നിനക്ക് അവന്റെ കാര്യം നോക്കാമോ? ആം, ഓക്കെ, തീരുമാനമായി. എന്റെ എതിരാളി ആ വിടുവായനാണ്. ചോപ്പർ ചെസ്സുമാരുമായി നേരിടാൻ തയ്യാറായി. ഇനി ഞാൻ മടിച്ചു നിൽക്കില്ല. നിനക്കെന്നെ തോൽപ്പിക്കാനാവില്ല ഭീകരജീവി. സാഞ്ചിക്കും ഫൈറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്നാൽ കുറേഹ സമ്മതിച്ചില്ല. നീ ഇനിയും അനങ്ങിയാലും നിനക്കിനി എണീറ്റ് നടക്കാനാവില്ല. പേടിക്കണ്ട, എന്റെ റെയിൻഡിയർ ഇവിടുത്തെ കാര്യം നോക്കിക്കോളും. ചോപ്പർ ചെസ്സുമാരുമായി നേരിടാൻ തയ്യാറായി. എന്റെ പേരാണ് ടൊണി ചോപ്പർ. ലോകത്തിലെ ഏറ്റവും മഹാനായ ഡോക്ടർ തന്ന പേരാണത്. ഡോക്ടർ നിങ്ങൾക്ക് മാപ്പ് നൽകിയെങ്കിലും അദ്ദേഹം ജീവിച്ച രീതിയെ നോക്കി കളിയാക്കിയ നിങ്ങൾക്ക് ഞാൻ ഒരിക്കലും മാപ്പ് തരില്ല. ഞാനാടാ ക്ഷമിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പോകുന്നത്. നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന് ചെസ്സുമാരും. അപ്പോൾ ചോപ്പർ ഒരു മഞ്ഞ ഗുളിക പുറത്തെടുത്തു. റംബിൾ ബോള്. ഡാൾട്ടൺ സാൻ, എണീക്ക് ഡാൾട്ടൺ സാൻ. വിവി പരിഭ്രാന്തിയിലായിരുന്നു. അപ്പോൾ 20 MDസിൽ ഒരാൾ പറഞ്ഞു, ഡാൾട്ടന് ഇപ്പോഴും ജീവനുണ്ട്. അയാളുടെ ശരീരം മരവിച്ചു പോയതാണ്, അത്രയേ ഉള്ളൂ. ഞങ്ങൾ അദ്ദേഹത്തെ രക്ഷിക്കാം, അവർ പറഞ്ഞു. അത് ഡോക്ടറല്ലേ? ഇവരല്ലേ പറഞ്ഞ് ഈ രാജ്യത്ത് ഡോക്ടർമാരില്ലെന്ന് എന്ന് സോറം. ഇവരാണ് 20 MDs, ഉസോബ് പറഞ്ഞു. അവർ വാപ്പോളിന് വേണ്ടി മാത്രം ജോലി ചെയ്യുന്നവരാണ്. ചുരുക്കി പറഞ്ഞാല് അവന്മാര് ശത്രുക്കളാണ്. ആളുകളും അത് ഏറ്റുപിടിച്ചു. അതെ, നിങ്ങളെ വിശ്വസിക്കാനാവില്ല.
വാപ്പോളിനെ സേവിക്കുന്ന നിങ്ങൾക്ക് ഡാൾട്ടനെ വിട്ടുതരാനും ആളുകൾ അവരെ എതിർത്തു. 20 MDs പറഞ്ഞു, നിങ്ങൾക്ക് ഇയാളെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് ചെയ്യൂ. വാപ്പോളിന്റെ ശക്തിക്ക് മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നെങ്കിലും ഞങ്ങൾ ഇപ്പോഴും ഡോക്ടർമാരാണ്. ഞങ്ങൾ എക്കാലവും വൈദ്യശാസ്ത്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഒരു വ്യാജ വൈദ്യൻ ഒരിക്കലും കീഴടങ്ങരുതെന്നുള്ള മനോബലം ഞങ്ങൾക്ക് തന്നു. ഇനിയും വാപ്പോളിനെ പോലെയുള്ള വിഡ്ഢികളോട് തോൽക്കാൻ ഞങ്ങൾക്കാവില്ല. റംബിൾ ബോളിന്റെ എഫക്റ്റ് 3 മിനിറ്റ് നിലനിൽക്കും. ഞാൻ നിങ്ങളെ 3 മിനിറ്റിനുള്ളിൽ തോൽപ്പിച്ചിരിക്കും. 3 മിനിറ്റോ? നിനക്കെന്നെ തൊടാൻ പോലും ആവില്ല, പിന്നല്ലേ 3 മിനിറ്റിൽ തോൽപ്പിക്കാൻ? ചെസ്സുമാരിമോ പരിഹസിച്ചു. ചോപ്പർ അത് വായിലിട്ട് പൊട്ടിച്ചു. ചെസ്സുമാരിമോ ചോപ്പറിന് നേരെ ഉടനെ അമ്പെയ്തു. വാക്ക് പോയിന്റോ, ലെഗ് ബൂസ്റ്റ്. ചോപ്പർ ഉടനെ റെയിൻഡിയർ രൂപത്തിലേക്ക് മാറി അതിവേഗം അമ്പ് ഒഴിവാക്കി വിട്ടു. വെറും രൂപം മാറ്റം മാത്രമായിരുന്നു. ഞാൻ കുറച്ചുകൂടി പ്രതീക്ഷിച്ചു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിനക്ക് ഡബിൾ ഫ്രൂട്ട് പവർ ഉണ്ട്. ഡാൾട്ടനെ പോലെ തന്നെ ഒരു സോവൻ ടൈപ്പ് റെയിൻഡിയർ മനുഷ്യനല്ലേ? ഹെവി പോയിന്റോ, വെയിറ്റ് ബൂസ്റ്റ് എന്ന് പറഞ്ഞ ചോപ്പർ പിന്നെയും രൂപം മാറി. നിങ്ങൾ സോവൻ ടൈപ്പുകളുടെ 3 തരം ട്രാൻസ്ഫോർമേഷനെ കുറിച്ചെല്ലാം എനിക്കറിയാം. ചെസ്സുമാരിമോ ആക്രമിക്കാൻ തയ്യാറായി. ഞാൻ നിന്റെ എല്ലാ ഫോമുകളും കണ്ടു. തോന്നുന്നത് നീ ഡാൾട്ടനെ പോലെ ഒരു പവർ ഫൈറ്റർ ആണെന്നാണ്. പക്ഷെ ഒരിക്കലും നിനക്ക് ജമ്പിംഗ് പോയിന്റോ, ജംപ് ബൂസ്റ്റ് എന്നെ തോൽപ്പിക്കാനാവില്ല. ചോപ്പർ രൂപം മാറി ഉയർന്നു ചാടി. അവൻ ചാടി? അത്രയും ഉയരെ ചാടാൻ അവന് കഴിയുമോ? സാഞ്ചി അത്ഭുതപ്പെട്ടു. ചോപ്പറിന്റെ പുതിയ രൂപം കണ്ട് ചെസ്സുമാരിമോ അത്ഭുതപ്പെട്ടു പോയി. അതൊരു ഹ്യൂമൻ ആനിമൽ ഫോം അല്ലേ? ധിക്കാരി! അവർ ആക്രമിക്കാൻ ചാടി. ഗാർഡ് പോയിന്റോ, ഫർ ബൂസ്റ്റ്. ചോപ്പർ ഉടനെ തന്നെ രോമം കൊണ്ടുള്ള വലിയ ഒരു പന്ത് പോലെയായി ചെസ്സുമാരിമോയുടെ ആക്രമണം തടഞ്ഞു. അവനൊരു കുഴപ്പവും പറ്റാതെ പന്ത് കുത്തി ചാടി പോകുന്നത് പോലെ പോയി നിന്നു. ചെസ്സുമാരിമോയ്ക്ക് വിശ്വസിക്കാനായില്ല. ഒട്ടിപ്പൊളി! ചോപ്പർ എണീറ്റ് നിന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാൻ അവനെ ഉറപ്പായും ഇടിച്ചതാണ്. അത് ഫലിക്കില്ല. സോവൻ ടൈപ്പുകൾക്ക് 3 ഫോം മാത്രമേ ഉള്ളൂവെന്ന് എനിക്ക് ഉറപ്പാണ്. നീ എന്ത് കുന്തമാ ചെയ്തത്? ഡബിൾ ഫ്രൂട്ട് ട്രാൻസ്ഫോർമേഷന്റെ വേവ് ലെങ്തുമായി പ്രവർത്തിക്കുന്ന ഒരു മരുന്നാണ് റംബിൾ ബോൾ. എൻ്റെ 5 വർഷ റിസർച്ച് കാലയളവിൽ ഞാൻ 4 ട്രാൻസ്ഫോർമേഷൻ പോയിന്റുകൾ കൂടി കണ്ടുപിടിച്ചു. 3 ട്രാൻസ്ഫോർമേഷൻ പ്ലസ് 4. ചെസ്സുമാരിമോയ്ക്ക് വിശ്വസിക്കാനായില്ല. 7 ഫോം ട്രാൻസ്ഫോർമേഷനും. എന്നാലും എണ്ണത്തിൽ എന്ത് കാര്യം ഇരിക്കുന്നു? അവൻ എന്തുവാ പ്രശ്നം? 7 ഫേസ് ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവന്റെ സന്തോഷം ലിമിറ്റ് കടന്നു പോയതാണെന്ന് സാഞ്ചി. ലൂഫി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വാപ്പോള് കരിപ്പിലും. എടാ തെണ്ടി, എന്നോട് ഫൈറ്റ് ചെയ്യുന്നില്ലേ? നിന്റെ ട്രാൻസ്ഫോർമേഷനും കൊണ്ട് പോടേ. ഈ പറ്റീരിലൊന്നും ഞാൻ വീടില്ല എന്ന് ചെസ്സുമാരിമോ പറഞ്ഞു. ഇത് പറ്റീരല്ല. ചോപ്പർ ആക്രമിക്കാൻ കുതിച്ചു. ആം പോയിന്റോ, ആം ബൂസ്റ്റ്. രൂപം മാറിയ ചോപ്പർ അവരുടെ ആയുധം ഇടിച്ചു പൊട്ടിച്ചു കളഞ്ഞു. എന്റെ കുളമ്പിന് പാറ വരെ തകർക്കാൻ കഴിയും. ലൂഫി ഇതെല്ലാം കണ്ട് ഓട്ടേക്കാത്ത എക്സൈറ്റഡ് ആണ്. ചെസ്സുമാരിമോ ഉടനെ തന്നെ മറ്റൊരു ആയുധം പുറത്തെടുത്ത് ഒരു വലിയ ആക്രമണം തൊടുത്തുവിട്ടു. അത് ചോപ്പറിനെ ചെറുതായി കട്ട് ചെയ്തു പോയി കൊട്ടാരത്തിൽ ഇടിച്ചു. ഛേ, അവനത് ഒഴിഞ്ഞു മാറി. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയുണ്ട്? അവർ കുതിച്ചു വന്ന് ആക്രമിക്കാൻ തുടങ്ങി. എന്നാൽ രൂപം മാറിക്കൊണ്ട് ചോപ്പർ ആ ആക്രമണങ്ങളെല്ലാം ഒഴിവാക്കി. നിന്റെ ഊർജമെല്ലാം എവിടെ പോയി? ഇങ്ങനെ ചാടിക്കൊണ്ടിരുന്നാൽ നിനക്കെന്നെ തോൽപ്പിക്കാനാവില്ല. ചോപ്പർ പിന്നെയും അറ്റാക്ക് അവോയ്ഡ് ചെയ്തു. എന്നിട്ട് പെട്ടെന്ന് ഉയർന്നു ചാടി മറ്റൊരു അറ്റാക്ക് കൂടി അവോയ്ഡ് ചെയ്തു. ബ്രെയിൻ പോയിന്റോ, ബ്രെയിൻ ബൂസ്റ്റ്. ഞാൻ ചുമ്മാ ചാടി കളിക്കുകയല്ലായിരുന്നു. നിന്റെയൊക്കെ വീക്ക് സ്പോട്ട് നോക്കുകയായിരുന്നു. ഞാൻ നിന്നെയൊക്കെ തീർത്ത് കളയും. സ്കോപ്പ്. ചോപ്പർ ഉടനെ കൈകൾ കൂട്ടിപ്പിടിച്ച് അവരെ അനലൈസ് ചെയ്യാൻ തുടങ്ങി. എടാ ബീം! അവനിപ്പോ ബീം ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ലൂഫി എക്സൈറ്റഡ് ആയി. ഇല്ലടാ മണ്ട എന്ന് സാഞ്ചി. നിനക്കെങ്ങനെ അറിയാം? അത് ബീമാടാ. ആരെന്നാ പറഞ്ഞാലും അത് ബീമാണ്. എടാ അത് ബീമാണെന്ന് നിനക്കെങ്ങനെ അറിയാം? എനിക്കറിയാം, അത് ഭീമാ ഭീമാ ഭീമാ. ഇതൊക്കെ കണ്ട് ഇറിറ്റേറ്റഡ് ആയ വാപ്പോള് ആ സാഹചര്യം മുതലെടുക്കാൻ തീരുമാനിച്ചു. ചെസ്സുമാരിമോ ആക്രമിക്കാൻ കുതിച്ചു. നീ എന്റെ വീക്ക് സ്പോട്ട് നോക്കുവാണോ? അതിനിപ്പോ എന്താ? ഈ സമയം ആരും കാണാതെ വാപ്പോൾ കൊട്ടാരത്തിനകത്തേക്ക് കയറി. എനിക്ക് വീക്ക് സ്പോട്ട് ഇല്ല. ആക്രമിക്കാൻ അറിയാത്ത ഒരു മണ്ടൻ മാത്രമാണ് നീ. ചെസ്സുമാരിമോ ചോപ്പറിനെ തൊട്ടടുത്ത് വന്നു. കിട്ടി അവന്റെ താടി. ഉടനെ തന്നെ അവരുടെ ആക്രമണം ഒഴിവാക്കി ചോപ്പർ ചാടി. മുകളിലേക്ക് നോക്കിയപ്പോൾ ചോപ്പറിനെ കാണാനില്ല. എന്നാൽ മഞ്ഞിനടിയിൽ നിന്നും കുതിച്ചു വന്ന ചോപ്പർ അവരുടെ താടിയിൽ ഇടിച്ച് തകർത്ത് കളഞ്ഞു. താടി തകർന്ന് അവന്മാർ വീണു. 3 മിനിറ്റ്. അടിപൊളി റെയിൻഡിയർ, നീ സൂപ്പർ കിടുക്കാച്ചി. ലൂഫി ഭയങ്കര പ്രോത്സാഹനം. ചോപ്പറിന് നാണം വന്നു. പോ മിണ്ടാതടാ. ഡാൾട്ടന് ബോധം തിരികെ വന്നു. പുറത്ത് വിവിയാകെ സംഘർഷത്തിലായിരുന്നു. എന്താണെങ്കിലും നമ്മൾക്ക് മലമുകളിലേക്ക് പോകാം ഉസോപ്പ് സാൻ, മിസ്റ്റർ ബുഷിഡോ.
അവൾ പറഞ്ഞു. ഇവിടെ നമ്മൾക്ക് ചുമ്മാതിരിക്കാൻ പറ്റില്ല. ആ അവലാഞ്ചയിൽ അവർക്ക് എന്തെങ്കിലും പറ്റി കാണുമോ? നാമിസാന്റെ അവസ്ഥ വളരെ മോശമാണ്. അവൾ വേവലാതിപ്പെട്ടു. നീ നാമിയെക്കുറിച്ച് ഓർത്ത് പേടിക്കുന്നു, അതും കൂടാതെ ഡാൾട്ടനെ കുറിച്ചും അലബാസയെ കുറിച്ചും ഓർത്ത് നീ പേടിക്കുന്നു. വിവി, സമാധാനിക്ക്. നീ ആവശ്യമില്ലാതെയാണ് പേടിക്കുന്നത്. നാമി ലൂഫിയുടെയും സാഞ്ചിയുടെയും കൂടെയാണുള്ളത്. അവർക്കൊരു കുഴപ്പവുമില്ല. അവർ സുരക്ഷിതരായിരിക്കും. ഞാൻ അവരിൽ വിശ്വസിക്കുന്നു, ഉസോപ്പ് സധൈര്യം പറഞ്ഞു. അതെ, ശരിയാണ്. ഉസോപ്പ് സാൻ തന്റെ കൂട്ടുകാരിൽ വിശ്വസിക്കുന്നു. അതാണ് ഉസോപ്പ് സാൻ സമാധാനത്തോടെ ഇരിക്കുന്നത്. നന്ദി ഉസോപ്പ് സാൻ. എടാ, നിനക്ക് മല കയറാൻ പേടിയായിട്ടല്ലേ ഈ ഡയലോഗ് അടിക്കുന്നത്? ആടാ, അവിടെ എത്തിയും കരടിമുയിലും ഒക്കെ ഉണ്ടെന്നാ കേട്ടെ. എന്നാ തുടക്കം മുതൽ നിനക്കതങ്ങ് പറഞ്ഞാ പോരെ. കുഴപ്പമില്ലെന്നേ, ലൂഫി അല്ലേ, അവൻ സെറ്റാക്കിക്കോളും. ചുമ്മാറൊന്നും അല്ലല്ലോ, പേടിച്ചിട്ടല്ലേ. എന്നാ വല്ല പ്രശ്നമുണ്ടോ? മുറിവ് പറ്റിയ ഡാൾട്ടൻ വയ്യാതെ വീടിന് വെളിയിൽ വന്നു. ഡാൾട്ടൻ സാൻ, ഡാൾട്ടൻ സാൻ, ഈ പുള്ളി ആരാണെന്ന് ആരെങ്കിലും ഒന്ന് പറയടേ. ഡാൾട്ടനെ ജനങ്ങൾ പോകാൻ അനുവദിച്ചില്ല. എന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്ക്. വാപ്പോളിനെ ഒരിക്കലും കൊട്ടാരത്തിൽ കയറാൻ അനുവദിക്കാൻ പറ്റില്ല. നിങ്ങൾ കൊട്ടാരത്തിലേക്ക് പോവാണോ എന്ന് വിവി. ഈ അവസ്ഥയിലോ? അപകടമല്ലേ എന്ന് ഉസോപ്പും. ഇപ്പോൾ പൊരുതിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാ? വാപ്പോൾ പിന്നെയും രാജാവായാൽ ഈ രാജ്യം എന്നേക്കുമായി നശിച്ചു പോകും. എന്നാൽ ജനങ്ങൾ എതിർത്തു. ഈ അവസ്ഥയിൽ എങ്ങനെ പൊരുതും ഡാൾട്ടൻ സാൻ? ഞങ്ങൾ ആരും അവർക്ക് തുല്യരല്ലല്ലോ. എന്ത് നെറികേട് കാണിച്ചിട്ടാണെങ്കിലും ഇന്ന് ഞാൻ ഇതിനൊരു തീർപ്പുണ്ടാക്കും. ഉറച്ച മനസ്സോടെ അയാൾ ഊന്നി ഊന്നി നടക്കാൻ തുടങ്ങി. എന്നാൽ ഉസോപ്പ് മുന്നിൽ കയറി നിന്നു. എന്റെ പുറത്തു കയറൂ, ഞാൻ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാം. ഇത്ര വിനയം കാണിക്കേണ്ട ഡാൾട്ടൻ സാൻ. എനിക്ക് നിങ്ങളുടെ ഉറച്ച തീരുമാനത്തെ കാക്കണം, അത്രയുമേ ഉള്ളൂ. പിടിച്ചിരുന്നു, ഞാൻ കൊട്ടാരത്തിലെത്തിക്കാം. എല്ലാവരും അത് നോക്കി നിൽപ്പാണ്. ഉസോപ്പ് കുൻ, ഇത് ശരിയാകുമോ എന്നെനിക്ക് തോന്നുന്നില്ല. കുഴപ്പമില്ല, ഞാൻ എത്തിക്കും. ഈ രാജ്യത്തിന് വേണ്ടി പോരാടാൻ പോവുകയല്ലേ നിങ്ങൾ? ഇത് തീർപ്പാക്കാൻ പോവുകയല്ലേ നിങ്ങൾ? പേടിക്കണ്ട, ഞാൻ ഉറപ്പായും അവിടെ എത്തേക്കും. ആശ ഈ മണ്ട. ഉടനെ സോറോ ഡാൾട്ടനെ തോളിലേറ്റി. നമ്മൾക്ക് മലമുകളിൽ പോയാൽ പോരെ എന്ന് സോറോ ഉസോപ്പിന് കലിപ്പ് കയറി. അവൻ സോറോയെ ചവിട്ടാൻ തുടങ്ങി. തെണ്ടി ഉസോപ്പ് പഞ്ച്. എന്തുവാടാ കാണിക്കുന്നേ? ഞാൻ എന്റെ സീരിയസ് പവർ യൂസ് ചെയ്യാൻ പോവുകയായിരുന്നു. എനിക്കറിയാം. വിവിയും അവർക്ക് പിറകെ ഓടി. അപ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്നൊരാൾ പറഞ്ഞു, നിക്കേ, നിങ്ങൾ പോകാൻ തന്നെ തീരുമാനിച്ചെങ്കിൽ അവിടേക്കൊരു റോപ്പ് വേ ഉണ്ട്. അതെങ്ങനെ? റോപ്പ് വേ എല്ലാം നീക്കം ചെയ്തതല്ലായിരുന്നു എന്ന് മറ്റൊരാൾ. ഒരെണ്ണമുണ്ട്. ആരോ ഗ്യാസ്റ്റയുടെ മൂലയ്ക്കുള്ള ആ വലിയ മരത്തിൽ നിന്നും ഒരു വെളുത്ത റോപ്പ് കൊട്ടാരവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഗ്യാസ്റ്റ? ഡോക്ടർ കുരേഹ അവസാനം പോയ ഗ്രാമത്തിന്റെ പേരല്ലേ അത് എന്ന് വിവി. എടാ ലൂഫി, അയാൾ അവിടെ പോയി. അയാളോ? ഇവിടെ ഇല്ലല്ലോ. ആര്? എടാ, ആ തകരത്തേണ്ടി. അവൻ അപ്രത്യക്ഷനായി. അവനൊരു ഹിപ്പോയുടെ പുറത്തല്ലേ കയറി വന്നത്. തന്നെ അവൻ തിരിച്ചിറങ്ങി പോകില്ല എന്ന് കുരേഹൻ പറഞ്ഞു. അവൻ എപ്പോഴാ? നീ അവിടെ അന്തം വിട്ട് നിന്നപ്പോ തെണ്ടി സാഞ്ചി കലിപ്പ്. അവനെ ഞാൻ ഇപ്പൊ തന്നെ കണ്ടുപിടിച്ച് തീർത്ത് കളയുമെന്ന് ലൂഫി. അവനെങ്ങാനും ഇനി കൊട്ടാരത്തിൽ കയറിയോ? സാഞ്ചി സംശയിച്ചു. അങ്ങനെയാണെങ്കിൽ നാമിസാൻ. ലൂഫി ഉടനെ അകത്തേക്ക് ഓടിപ്പോയി. ആ തെണ്ടി നാമിസാന്റെ ദേഹത്തെങ്ങാനും ഒരു കൈ വച്ചാൽ അവന്റെ കുടലും മണ്ടവും ഞാൻ പുറത്തെടുക്കും. സാഞ്ചി നിരങ്ങി അകത്തേക്ക് കുതിച്ചു. ഇവൻ ചാവാൻ പോകണമെന്ന് കുരേഹ. അപ്പോൾ ചോപ്പർ വിളിച്ചു. ഡോക്ടറീൻ. അവൻ എന്നെ കൂട്ടുകാരാന്ന് വിളിച്ചു. പനി കുറഞ്ഞെന്നാ തോന്നുന്നത്. ഇങ്ങനെ തന്നെയാണെങ്കിൽ അധികം വൈകാതെ എനിക്ക് കപ്പലിലേക്ക് തിരിച്ചു പോകാൻ പറ്റും. പെട്ടെന്ന് അവൾ ചാടി എണീറ്റു. ഞാൻ എന്താ ഈ ചെയ്യുന്നത്? ഇവിടെ കിടന്ന് വിശ്രമിക്കാനുള്ള സമയമല്ലത്. വിവി എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. വാപ്പോൾ കൊട്ടാരത്തിന്റെ അകത്ത് കയറി ചെന്നു. ഇവിടെ എന്ത് കുന്തമാ നടക്കുന്നത്? ഇതെന്റെ കൊട്ടാരം തന്നെയാണോ? അവരിവിടെ എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്? വാപ്പോൾ അരിശപ്പെട്ടു. അവരെ ഞാൻ വെറുതെ വിടില്ല. എല്ലാത്തിനെ ഞാൻ തിന്നുകളയും. ഇത് വിശ്രമിക്കാനുള്ള സമയമല്ല. ഡോക്ടറിന് ഇവിടെ ഇല്ലാത്ത തക്കം തന്നെ രക്ഷപ്പെടണം. 3 ദിവസമൊന്നും ഇവിടെ കിടക്കാൻ പറ്റൂല. അവൾ നടന്നു എന്ന് കഥക് തുറന്നു. വാപ്പോൾ അത് ശ്രദ്ധിച്ചു. ഞാമി പുറത്തു വന്നു. ലക്കി, പ്രശ്നമില്ലാതെ പോകാമെന്ന് തോന്നുന്നു. അപ്പോഴാണ് അവൾ വാപ്പോളിനെ കാണുന്നത്. ആരാ അയാള്? ഈ സ്ട്രോ ഹാറ്റുകളിൽ ഒരാളാണോ? വാപ്പോൾ ചോദിച്ചു. ഇവനെ കണ്ടാൽ വില്ലനെ പോലെ തന്നെയുണ്ട്. അല്ല, നിങ്ങൾ എന്താ പറയുന്നതെന്ന് പോലും എനിക്കറിയില്ല. ആണോ? എനിക്ക് തെറ്റുപറ്റിയോ? അതെ, ഞാൻ ഈ വഴിയെ പോയ ഒരു നാവിഗേറ്റർ മാത്രമാണ്. ഓ ശരിയെങ്കിൽ അപ്പൊ വരട്ടെ. ഓക്കെ. അവള് പോകാൻ തുടങ്ങി. ഉടനെ വാപ്പോള് മണ്ടയിലോട്ട് വലിഞ്ഞു കയറി. കള്ളി! അവളെ ഇട്ട് ഓടിച്ചവൻ. അയ്യോ വേണ്ടായേ, നിക്കടി വണ്ടി, ഈ വഴി വരല്ലേ, ദൂരപ്പോ. അവൾ സ്റ്റെപ്പ് ഇറങ്ങി ഓടി. വാപ്പോളും പിറകെ ചെന്നെങ്കിലും അയാൾ അതിൽ സ്റ്റക്കായി. എന്റെ വെയിറ്റ് കൂടിയായിരുന്നു. എന്നാ ഞാൻ ഇത് ചെയ്യാം. മഞ്ച് ഫാക്ടറി
ഞാൻ എന്നെ തന്നെ തിന്നും. അയാൾ സ്വന്തം ശരീരം സ്വന്തം വായിലാക്കാൻ തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് ഒരു ബക്കറ്റ് പോലെ ആയിട്ട് സ്റ്റെപ്പ് ചാടി താഴെ വന്നു. നാമിക്ക് അത്ഭുതം, അവൻ ബക്കറ്റായിട്ട് മാറിയോ? മിറാക്കുലസ് ബോൺ സ്ട്രക്ചർ ഷേപ്പിംഗ് ടെക്നിക് കംപ്ലീറ്റ്. വാപ്പോൾ ഉടനെ മെലിഞ്ഞ ശരീരവുമായി പുറത്തു വന്നു. സ്കിന്നി വാപ്പോൾ, നിന്നെ ഞാൻ രക്ഷപ്പെടാൻ അനുവദിക്കില്ലടി. അയാൾ പിന്നെയും നാമിയെ ഇട്ട് ഓടിച്ചു. അയാൾ അവളെ തറയിൽ പിടിച്ചു വെച്ചു. നിന്നെ തന്നെ ആദ്യം തിന്നാം. അപ്പോൾ നിന്നെ കണ്ടടാ എന്ന് പറഞ്ഞു വന്ന ലൂഫി വാപ്പോളിന്റെ മോന്തക്കിട്ട് തന്നെ ഒരു ചവിട്ട് വെച്ചു കൊടുത്തു. വാപ്പോൾ ചെന്ന് ഭിത്തിയിൽ പതിഞ്ഞു. അവൻ ഇത്രയും മെലിഞ്ഞിട്ടായിരുന്നു. ലൂഫി, എന്റെ ജാക്കറ്റ് എന്താടാ കീറിയിരിക്കുന്നത്? അയ്യോ, എത്ര രൂപ കൊടുത്ത ഞാൻ ഈ ജാക്കറ്റ് മേടിച്ചെന്ന് നിനക്കറിയാമോ? 28,800 ബെറീസ്. അത് ഞാൻ വിലപേശി കുറച്ചതാ. സോറി, പക്ഷെ അയാൾ എൻ്റെ ദേഹത്ത് ബോംബിട്ടു. ഞാൻ എന്നാ ചെയ്യാനാ? കുഴപ്പമില്ല, ഞാൻ ക്ഷമിക്കാം. നിനക്കത് തന്നപ്പോൾ തന്നെ നല്ല കോലത്തിൽ തിരിച്ചു വരില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു. ഇതിൻ്റെ ഫൈനായിട്ട് ജാക്കറ്റിൻ്റെ 3 ഇരട്ടി പൈസയും പിന്നെ കുറച്ചുകൂടി തരണം. 1,00,000 ബെറീസ് ലോണായിട്ട് കരുതിയാൽ മതി. നീ അത് മുൻകൂട്ടി കണ്ട് മനഃപൂർവ്വം ചെയ്തതായിരുന്നു. എന്നാൽ വാപ്പോൾ എണീറ്റ് വന്നു. അവന്റെ ശരീരം ടഫാണല്ലോ എന്ന് ലൂഫി. നോക്കൂ നോക്കൂ നോക്കൂ, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് ആയുധപ്പുര. ഈ മുറിയുടെ താക്കോലുള്ളത് എൻ്റെ കയ്യിൽ മാത്രമാണ്. സ്വാഭാവികമായും പലതരത്തിലുള്ള ആയുധങ്ങളും ഇതിനകത്തുണ്ട്. ഞാനത് കഴിച്ച് എൻ്റെ ശരീരത്തിന്റെ ഭാഗമാക്കും. അത് ഭീകരമായൊരു മനുഷ്യായുധമായിരിക്കും. ഇനി ഒരുങ്ങിയിരുന്നു, ഇപ്പോൾ കറക് തുറക്കും. അത് നിങ്ങളെ പേടിപ്പിക്കും. പക്ഷേ താക്കോല് കാണാനില്ല. വാപ്പോൾ വണ്ടർ അടിച്ച് നിന്നുപോയി. ഇത് തീർന്നിട്ടില്ലടാ എന്ന് പറഞ്ഞ് വാപ്പോൾ മണ്ടയിലോട്ട് ഓടി. ലൂഫിയും പിറകെ മുകളിലോട്ട് ഓടി. എൻ്റെ കയ്യിൽ മറ്റൊരു തുറപ്പിച്ചിട്ടുണ്ട്. നാമിയുടെ കയ്യിലായിരുന്നു താക്കോല്. ഇത് ആയുധപ്പുരയുടെ താക്കോലായിരുന്നു. അല്ല, ഖജനാവിൻ്റെ ആയിരുന്നേ കൊള്ളാമായിരുന്നു. കഷ്ടം തന്നെ. അപ്പോഴേക്കും സാഞ്ചി അവിടേക്ക് എഴഞ്ഞു വന്നു. നിനക്ക് എന്തു പറ്റി സാഞ്ചി? നീ എന്താ ഇങ്ങനെ എഴയുന്നേ? കുഴപ്പമൊന്നുമില്ലല്ലോ. നാമിസാൻ എന്നോട് ഇത്രയും കരുതലോ? വാപ്പോൾ കൊട്ടാരത്തിന്റെ മുകൾ തട്ടിലെത്തി. നാശം, ഇവിടെയും മഞ്ഞാണല്ലോ. അവരെ ഞാൻ വെറുതെ വിടില്ല. രാജാവ് എത്ര മഹാനാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. അയാൾ ഒരു മുറിയിൽ പ്രവേശിച്ചു. ട്രം മഹാരാജ്യത്തിന്റെ ശക്തി എൻ്റെ ശക്തിയാണ്. അയാൾ പുതപ്പ് മാറ്റി. അതിൽ നിന്നൊരായുധം വെളിവായി. ദ ടിൻ ടൈറ്റൻ റോയൽ ക്രൗൺ 7 ബാരൽ ക്യാനൻ. ലൂഫിയും അപ്പോൾ അവിടേക്ക് വന്നു. നിന്റെ കാര്യം ഖതം ഹോഗയാ സ്ട്രോഹാറ്റ്. പൊട്ടിത്തെറിക്കാൻ സമയമായി. അയാൾ ഉടനെ ലിവർ വലിച്ചു. പക്ഷേ ഒന്നും നടന്നില്ല. പിന്നെയും കുറെ തവണ ലിവർ വലിച്ചു. പിന്നെയും ചെയ്തു. അപ്പോൾ ദേണ്ടേ, അതിനകത്തൊരു കിളിക്കൂട്. കിളിയൊക്കെ പുറത്തു വരാൻ തുടങ്ങി. ലൂഫി അത് കണ്ട് പൊട്ടിച്ചിരിച്ചു. എന്നെ കളിയാക്കാൻ നിനക്ക് എന്ത് ധൈര്യം വന്നു? മലയുടെ അടിവാരത്ത് ഇതുപോലൊരു സ്ഥലത്ത് നിന്നും കൊട്ടാരത്തിലേക്ക് റോപ്പ് വേ കണക്ട് ചെയ്തിരിക്കുന്നു. ഗ്രാമത്തിലെ ഒരു യുവാവ് ആകസ്മികമായി കണ്ടുപിടിച്ചതാണിത്. ഇത് ഡോക്ടർ കുരേഹയുടെ വീടായിരുന്നില്ലേ? അവരെല്ലാവരും മുകളിലേക്ക് പോയി. കൊള്ളാം, നല്ല വ്യൂ എന്ന് സോറോ. അതെ, പക്ഷേ ഇതിൽ ഈ ആളിച്ചിരി കൂടുതലല്ലേ എന്ന് ഉസോപ്പ്. ഡാൾട്ടൻസാനെ ഒറ്റയ്ക്ക് വിടാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങളും പോരാടുമെന്ന് കൂടെ വന്ന ആൾക്കാർ പറഞ്ഞു. എനിക്ക് മനസ്സിലായി, പക്ഷേ ഇങ്ങനെ അവിടെ വരെ ചെല്ലുമോ? ഡാൾട്ടൻ അവശനായിരുന്നു. നീ ആരാണെന്ന നിന്റെ വിചാരം ഡാൾട്ടൻ? വിഡ്ഢിത്തം ഭേദമാക്കുന്ന മരുന്നില്ലെന്നോ? അങ്ങനെയല്ലേ നീ പറഞ്ഞത്? നീ എന്നെ വിഡ്ഢി എന്ന് വിളിച്ചു. നീ ആരുവാ? ന്യായത്തിന്റെ ദൂതൻ വല്ലതുമാണോ? അധികം അങ്ങ് ഞെകളിക്കണ്ട. നീ വെറും ഒരു ഭടൻ മാത്രമാണ്. ഒരാഴ്ച നീ തടവിൽ കിടക്ക്. നിന്റെ തെറ്റ് മനസ്സിലാകും വരെ. എടുത്തു ചാടിയുള്ള നിന്റെ ഈ പ്രതിഷേധം അധിക നാൾ കാണില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. വാപ്പോളിനെ കൂടാതെ ചെസ്സും കുറോമാരിമോയും മാറി മാറി അയാളെ പീഡിപ്പിച്ചു. ഇത് പറഞ്ഞാൽ ഞാൻ നിന്നോട് ക്ഷമിക്കാം. എന്നോട് മാപ്പാക്കണം എന്റെ രാജാവേ എന്ന്. പദവികൾ നശിക്കട്ടെ, രാജാവ് നശിക്കട്ടെ. ഞാനാണ് രാജാവ്, ട്രം മഹാരാജ്യത്തിന്റെ മഹാരാജാവ്. വാപ്പോൾ ലൂഫിയെ തിന്നാൻ വാ തുറന്നു. പക്ഷെ ലൂഫി കൈകൊണ്ട് വാ ലോക്കാക്കി. നീ രാജാവോ ദൈവമോ ആയിക്കോട്ടെ, അതിൽ കാര്യമില്ല. ആര് മഹാനാണോ അല്ലയോ എന്നതിലും കാര്യമില്ല. കാരണം ഞാനൊരു പൈരറ്റാണ്. ട്രം മഹാരാജ്യം വേൾഡ് ഗവൺമെന്റിലെ ഒരു അംഗമാണ്. ഇനി കേട്ടോ, ഇതൊരു ആഗോള കുറ്റകൃത്യമാണ് നീ ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതിലൊന്നും കാര്യമില്ല. കാരണം ഇതെന്റെ ഫൈറ്റാണ്. വാപ്പോളിന് അരിശം കയറി. ഞാൻ നിന്നെ തിന്നുമട എന്ന് പറഞ്ഞ അയാൾ വാ തുറന്നു. എന്നാൽ നീണ്ട വിരൽ കൊണ്ട് ലൂഫി വാ പിടിച്ചു നിർത്തി. തിന്നാനൊന്ന് ശ്രമിച്ച് നോക്ക്. അപ്പോൾ വാപ്പോളിന്റെ നാവ് ഒരു പീരങ്കിയായി രൂപം മാറി. ഉടനെ തന്നെ വെടിയുതിർത്തു. പൊട്ടിത്തെറിച്ചു. ചോപ്പർ ഇതെല്ലാം താഴെ നിന്ന് കാണുന്നു. റോപ്പ് വേയിൽ കൂടി അവർ മുകളിലേക്ക് പോവുകയായിരുന്നു. ഡാൾട്ടൻ ഒട്ടും തന്നെ വയ്യ. അയാൾ ചോര ഛർദ്ദിച്ചു. ഞാനിതിന് ഉറപ്പായും ഒരു അന്ത്യം വരുത്തും. ചരിത്രം നശിക്കട്ടെ.
ഓയ് ഓയ് എണീക്ക് ഡാൾട്ടൻ. ഭരണം രാജ്യത്തെ പരിപാലിക്കേണ്ടതാണെന്നല്ലേ നീ പറയുന്നത്. പക്ഷേ ഗവൺമെന്റിന് അതിന്റെ ആവശ്യമില്ല എന്ന് ചെസ്. അതെ, സിസ്റ്റമാണ് ഇമ്പോർട്ടന്റ്. വാപ്പോൾ ഒരു കരുണയും കാണിക്കാതെ ഡോക്ടർമാരെ പുറത്താക്കാൻ പ്രയത്നിച്ചു. അവരെ കടലിൽ എറിയാനായിരുന്നു ഉത്തരവ്. എതിർത്താൽ വധിച്ചു കളയും. ഭരണം നശിക്കട്ടെ. ഭാഗ്യം, അപ്പോൾ ആർക്കും അസുഖമില്ലല്ലോ. ഒരു രാജ്യത്തിന് ഹൃദയമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ്? ഡാൾട്ടൻ തന്റെ ഡ്രസ്സിനടിയിൽ നിന്നും ഒളിപ്പിച്ചു വെച്ച ഡൈനമൈറ്റുകൾ പുറത്തെടുത്തു. എല്ലാവരും കേട്ടോ, മുകളിൽ ചെന്ന് ഞാൻ കൊട്ടാരത്തിനകത്ത് കടന്നാൽ നിങ്ങൾ തറയിൽ കിടക്കണം. ചോപ്പർ മുകളിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. നീ അവന്റെ കാര്യം ഓർത്ത് പരിഭ്രമിക്കുവാണോ എന്ന് കുറേഹ ചോദിച്ചു. എനിക്ക് അവനെക്കുറിച്ച് ഓർത്ത് ഒരു പരിഭ്രമവുമില്ല, കാരണം അവനൊരു പൈലറ്റാണ്. വാപ്പോൾ ഉറക്കെ അട്ടഹസിച്ചു. എന്തു മണ്ടനാ, അവൻ ശ്രദ്ധ കുറച്ചു. പെട്ടെന്ന് ലൂഫി മുകളിൽ നിന്ന് ചാടി വാപ്പോളിന്റെ പിറകിൽ വന്നു നിന്നു. ശരിക്കും അത് നീയാ ചെയ്യരുത്. എന്ത്? 1 2. ലൂഫി വാപ്പോളിന്റെ ശരീരത്തിൽ പിടിച്ച് തന്റെ ശരീരം പിറകിലേക്ക് കറക്കി. എന്നിട്ട് കാലുകൊണ്ട് പിടുത്തമിട്ടു. പിന്നെ തിരിച്ചു കറങ്ങി ഗമഗമനോ പോകണമെന്ന അറ്റാക്ക് വഴി വാപ്പോളിനെ ശക്തിയായി മുകളിലേക്ക് ലോഞ്ച് ചെയ്തു വിട്ടു. വാപ്പോള് മേൽക്കൂരയും തകർത്ത് മണ്ടയിൽ ചെന്നിരുന്നു. അവൻ നോക്കിയപ്പോൾ കിരിലുക്കിന്റെ പതാക പാറി പറക്കുന്നു. ഡോക്ടറീന് അന്ത്യമടുക്കാറായി. ദുസ്വപ്നങ്ങളുടെ അവസാനം. ലൂഫി അതിന്റെ മുകളിലേക്ക് കയറി വന്നു. വേറൊരാളുടെ തലയോട്ടി പതാകയിൽ തൊടുന്നത് നോക്കിയും കണ്ടുമൊക്കെ വേണവടാ. ലൂഫി കൈകൾ പിറകിലേക്ക് നീട്ടി. ഒത്തിരി പിറകിലേക്ക് നീട്ടി. നോക്ക്, കൊട്ടാരത്തിന്റെ മുകളിൽ ആരോ ഉണ്ട്. ഡോക്ടർ, ഡ്രം മഹാരാജ്യം നിലം പതിക്കാൻ പോവുകയാണ്. ബസൂക്ക കൊണ്ട് വാപ്പോളിനെ ലൂഫി ആട്ടിച്ച് പറത്തിക്കളഞ്ഞു. ഡ്രം മഹാരാജ്യത്തെ തലയോട്ടി തോൽപ്പിച്ചു. ജനങ്ങൾ മുകളിൽ എത്താറായിരുന്നു. ഓക്കെ, ഞാൻ ആദ്യം പോയി നോക്കാം. പേടിക്കണ്ട, നിങ്ങൾ പിറകെ വന്നാൽ മതി എന്ന് ഉസോപ്പ്. ഈ ഡയലോഗ് അടിക്കുന്നതിനിടയിൽ സോറോ ഇറങ്ങി നടന്നുപോയി. സോറോ പിന്നെ എന്റെ മുന്നിൽ കയറി പോകുന്നു. സീരിയസ് പവർ ആക്ടിവേറ്റഡ്. ഉസോപ്പ് മുന്നിൽ കയറി ഓടി. തറയിൽ നിന്നും ഒരു ഡോറ് മുകളിലേക്ക് ഉയർന്നു വന്നു. പക്ഷെ ആദ്യം അതിൽ നിന്നും പുറത്തു വന്നത് സോറോ ആയിരുന്നു. ഉസോപ്പ് അവന്റെ പിറകിൽ ഒളിച്ചിരിപ്പുണ്ട്. എടാ പോടാ. ഓക്കെ, ഞാൻ ഫുൾ സപ്പോർട്ടുണ്ട് സോറോ. പേടിയാണേലും നീ പയ്യെ വന്നാൽ മതിയടേ. ലൂഫി അവരെ കണ്ടു. അവൻ അലറി വിളിച്ചു. സോറോയും ഉസോപ്പും നോക്കിയപ്പോൾ ലൂഫി അവന്മാർക്ക് നേരെ പറന്നു വരുന്നതാണ് കണ്ടത്. ആദ്യ വഴി എത്തിയപ്പോഴാണ് ലൂഫി അവന്മാരെ തിരിച്ചറിഞ്ഞത്. പക്ഷെ ലേറ്റ് ആയി പോയി. അവൻ പോയി ഇടിച്ചു. ലൂഫി പൊട്ടിച്ചിരിച്ചു. എന്തിനാടാ അത് ചെയ്തത് തെണ്ടി? നിങ്ങളായിരുന്നല്ലേ? നിന്റെ തുണി കണ്ട് ഞാൻ തെറ്റിദ്ധരിച്ചു സോറോ. എടാ ഉസോപ്പേ, നീ മേളിലോട്ട് വരില്ല എന്നല്ലേ പറഞ്ഞത്? തമാശിക്കാതെ. എന്റെ മുന്നിൽ ഒരു മല കണ്ടാൽ ഞാനത് കയറും. അത്തരത്തിലൊരാളാണ് ഞാൻ. പക്ഷെ ഈ ക്ലിഫ് കയറി വരുന്നത് ഒരു സാഹസം തന്നെ ആയിരുന്നു. അവൻ കിടന്ന് ഡയലോഗ് അടിക്കാൻ തുടങ്ങി. ഞങ്ങൾ റോപ്പ് വേയിൽ കൂടിയാ വന്നത് ലൂഫിസാൻ. അവിടേക്ക് വന്ന വിവി പറഞ്ഞു. നാമിസാനും സാഞ്ചിസാനും ഒക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നോ പ്രോബ്ലം. ഓയ് ലൂഫി, നീ ആ കൊട്ടാരത്തിന്റെ മുകളിൽ എന്തെടുക്കുകയായിരുന്നു? സോറോ ചോദിച്ചു. ഞാൻ ആ രാജാവിനെ അടിച്ച് തൂറ്റിക്കുകയായിരുന്നു. ഡാൾട്ടൻ അത് കേട്ടുകൊണ്ടാണ് വന്നത്. അയാൾക്ക് വിശ്വസിക്കാനായില്ല. ഞാൻ സംശയിച്ചതുപോലെ തന്നെ ആകാശത്തിലേക്ക് പറന്നുപോയത് വാപ്പോള് തന്നെ ആയിരുന്നു അല്ലേ? നീ അവനെ തോൽപ്പിച്ചു? എന്തേ? അപ്പോൾ അവന്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേരോ? ഡാൾട്ടൻ ചോദിച്ചു. അവരെ റെയിൻഡിയർ ഡീൽ ചെയ്തു. ഡാൾട്ടന് വിശ്വസിക്കാനായില്ല. അവരെ റെയിൻഡിയർ തോൽപ്പിച്ചെന്നും? എടാ പിന്നുണ്ടല്ലോ ഉസോപ്പേ, കേക്ക്. ഞാൻ പുതിയൊരു കൂട്ടുകാരനെ കണ്ടുപിടിച്ചു. എന്നാ? റെയിൻഡിയർ. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവരെല്ലാം കണ്ടത് മരത്തിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ചോപ്പറിനെയാണ്. നീലമൂക്ക്. ചോപ്പറിനും ഡാൾട്ടനും പരസ്പരം മനസ്സിലായി. നീയല്ലേ ആ റെയിൻഡിയർ? ഡാൾട്ടൻ ചോദിച്ചു. അപ്പോൾ അന്നു മുതൽ നീ പൊരുതുകയായിരുന്നു അല്ലേ? ഡാൾട്ടൻ ഇരുന്ന് അവന്റെ മുന്നിൽ തല കൊമ്പിട്ടു. നന്ദി. അയാൾ ഈറനണിഞ്ഞു. ഡ്രം ഉറപ്പായും പുനർജനിക്കും. അപ്പോഴേക്കും ആളുകളെല്ലാം മുകളിലേക്ക് വന്നിരുന്നു. അവരെല്ലാം ചോപ്പറിനെ കണ്ട് ഞെട്ടിപ്പോയി. എന്താ വിചിത്രജീവി? റെയിൻഡിയറോ? അല്ല, അതൊരു ഭീകര. മിണ്ടിപ്പോവരുത്. ഡാൾട്ടൻ അവരെ തടഞ്ഞു. അയ്യോ, ഭീകരജീവി! ഉസോപ്പ് ഊറാക്ക കാറി. പേടിച്ചു പോയ ചോപ്പറും ഓടാൻ തുടങ്ങി. ലൂഫി ഉസോപ്പിനോട്ട് ഒരു കൊട്ടു കൊടുത്തു. അവനെ ഭീകരജീവി എന്ന് വിളിക്കാതടാ. ഞാൻ പറഞ്ഞ പുതിയ കൂട്ടുകാരൻ അവന്. എന്നാ? അതെന്നാ സാധനം? കണ്ടോ, അവൻ പേടിച്ചോടിപ്പോയി. ചോപ്പർ ഓടി. പിറകെ നിക്കടാ ഭീകരജീവി എന്ന് പറഞ്ഞു ലൂഫി. അല്ല, നിക്ക് റെയിൻഡിയർ, നീ എന്റെ കൂട്ടുകാരനാ. നീ ഉറപ്പായും എന്റെ കൂട്ടുകാരനാ.